ചക്രക്കല്ല് ബസ് സ്റ്റാൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ ഒരു പോർഷനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് ഭയങ്കര അപകടം പിടിച്ചൊരു സ്ഥലമാണ്. ഇത് ഒന്നുകിൽ എന്തെങ്കിലും ഇതിനൊരു സുരക്ഷാ വലയം കിട്ടുക, ഇല്ലെങ്കിൽ ഇതൊന്ന് ചെരിച്ച് കട്ട് ചെയ്തിട്ട് ഒന്ന് ലെവലാക്കുക. അപകടം വന്നതിന് ശേഷം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഏത് സമയത്താണ് ഇങ്ങനെ ഒരു ദുരന്തം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കണം. മറ്റൊരു ദുരന്തത്തിന് സാധ്യതയുള്ള, അധികം വൈകാതെ തന്നെ സാധ്യതയുള്ള ഒരു സ്ഥലം തന്നെയാണിത്. ഇത് കണ്ടില്ലേ, ഇതാണ്. അതായത് നേരെ ബ്രെഡൊക്കെ കട്ട് ചെയ്ത മാതിരിയാണ് ഈ ഒരു സ്ഥലമുള്ളത്. ഏത് സമയത്താണ് അപകടം സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് ഇവരൊക്കെ ബസ്സിന് കാത്തു നിന്നിട്ടേ ഉള്ളത്. അപ്പോൾ ഈ വൈകിട്ട് സ്കൂൾ കോളേജെല്ലാം വിട്ട് കഴിഞ്ഞാൽ ഇവിടെ നിരവധി കുട്ടികളും അതുപോലെ പ്രായമായ ആൾക്കാരും എല്ലാവരും ബസ്സിന് കാത്തു നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ എന്തായാലും ഇതിനൊരു നടപടി വേണം. ശരിക്ക് ആ ഒരു അങ്ങ് കാണുന്നൊരു പോർഷൻ ഉണ്ടല്ലോ, ഇത് ശരിക്കും റോഡിലേക്ക് തള്ളിയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഏത് സമയത്താണ് അപകടം സംഭവിക്കാമെന്ന് ഒന്നും പറയാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇത്. എന്തായാലും സുരക്ഷാ വലയം തീർക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ഒരു മരം കാണുന്ന ഈ ഒരു പോർഷനെല്ലാം ഏത് സമയത്തും അടർന്ന് വീഴാവുന്നതാണ്. ഇത് കണ്ടില്ലേ. അപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ കുഴിച്ചിട്ട് ഒരു 15-20 മീറ്റർ ഹൈറ്റിലാണുള്ളത്. ഇത് ശരിക്ക് കുഴിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പോർഷൻ ഇതൊക്കെ കണ്ടില്ലേ. ഇത് കുറച്ച് ഇവിടം വരെ കല്ല് കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊക്കെ ഉണ്ടാകും. ഇതിങ്ങോട്ട് തള്ളിയിട്ടാവുള്ളൂ, അത് റോഡിനേക്ക് തള്ളിയിട്ടാവുള്ളൂ. അപ്പോൾ ഏത് സമയത്തും അപകടം സംഭവിക്കാം. എന്തായാലും മറ്റൊരു ദുരന്തത്തിന് സാക്ഷിയാവാൻ മനസ്സില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ഇവിടുന്ന് എടുക്കുന്നത്. അതുപോലെ ഓട്ടോ സ്റ്റാൻഡ് തൊട്ടടുത്ത് തന്നെ. പിന്നെ ഈ ബസ്സെല്ലാം വന്നിട്ട് കയറിയിട്ട് ഇറങ്ങുന്ന കണ്ണൂർ ബസ് കണ്ണൂരേക്ക് പോകുന്ന ആ ഒരു സ്ഥലം കൂടിയാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് പോകേണ്ട തിരക്കിന് ഇതൊന്നും ശ്രദ്ധിക്കില്ല. ഇടിഞ്ഞ് വീണ് ആൾക്കാർ അതിനുള്ളിലായതിനു ശേഷമാണ് എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ സ്റ്റാൻഡിൽ ഒരു കംപ്ലൈൻറ്റ് എന്നോടിപ്പം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, പ്രൈവറ്റ് വാഹനങ്ങൾ സ്റ്റാൻഡിൽ ഇങ്ങനെ നിർത്തിയിട്ട് ബസ്സിനും മറ്റ് ഒരുപാട് അപകടങ്ങൾ ആ ഒരു സ്ഥലത്തൊക്കെ കണ്ട പ്രൈവറ്റ് വാഹനങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇതൊന്നും ഇവിടെ നിർത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് അപകടം നടക്കുന്നത് കൊണ്ടാണ് ഇവിടുന്ന് ഒരാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധയിൽപ്പെട്ട നന്നായിരുന്നു. പിന്നെ അതുപോലെ ആ ബിൽഡിങ്ങിൻ്റെ ജെൻസ് വേൾഡിൻ്റെ ബാക്കിൽ ഒരു വീടുണ്ട്. അതുപോലെ അവിടെ ഒരു കിണറുണ്ടായിരുന്നു. അതൊക്കെ നേരത്തെ ഇടിഞ്ഞു പോയതാണ്. അപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ അതുപോലെ ആ ബിൽഡിങ്ങൊക്കെ ഭയങ്കര ഡേഞ്ചർ ഉള്ള അവസ്ഥയിലാണ്. അതിൻ്റെ അപ്പുറത്തെ ഒരു വീട്, അതൊക്കെ ഏത് സമയത്തും അപകടം സംഭവിക്കാവുന്നൊരു ഏരിയ തന്നെയാണ്. പിന്നെ ഇതാണ് വെയിറ്റിംഗ് ഷെഡ്. അപ്പോൾ ഇതിലൊന്നും ആൾക്കാർ അങ്ങനെ എല്ലാ സമയത്തും ഉണ്ടാവാറില്ല. ഇതിൻ്റെ ബാക്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അത് ചെരിച്ചിട്ടാണ് അത് കട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും അധികാരികൾ ഇതിന് വേണ്ടുന്ന നടപടി എടുക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജീവൻ പൊലിയുന്നതല്ലല്ലോ, പൊലിയുന്നതിന് മുന്നേയുള്ള ആ ഒരു സുരക്ഷയല്ലേ തീർക്കേണ്ടത്. അപ്പോൾ എന്തായാലും സുരക്ഷാ വലയം തീർക്കുമെന്ന് വിചാരിക്കുന്നു. ദുരന്തം സംഭവിച്ചിട്ട് പിന്നെ നമ്മളെല്ലാം കണ്ണീര് വാർത്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇതിനൊരു നടപടി എന്തായാലും വേണം. ഏത് സമയത്താണ് ഇത് ഇടിഞ്ഞ് വീഴുന്നതെന്ന് അറിയില്ല. ഓട്ടോ സ്റ്റാൻഡുണ്ട്, അതുപോലെ തന്നെ അപ്പുറം കടകളൊക്കെ ഉണ്ട്. ചക്രക്കല്ല് ബസ് സ്റ്റാൻഡാണ് ഇത്. ഇതിൻ്റെ അപകട സാധ്യത കണ്ടോളൂ. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അതായത് ശരിക്ക് കുതാക്കുത്തനെയാണ്. ഒരു 10 മീറ്ററിലധികം 10-15 മീറ്റർ ഹൈറ്റിലാണ് ഈ ഒരു സംഭവം ഉള്ളത്. കണ്ടില്ലേ, സോമരുന്ന് തൊട്ട് ഈ ഒരു പോയിൻ്റ്, ഓട്ടോ സ്റ്റാൻഡ് മുതൽ ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, നിരവധി പേര് ബസ്സിന് കാത്തു നിൽക്കുന്ന സ്ഥലമാണിത്. ചെറിയ കുട്ടികളും അതുപോലെ പ്രായമുള്ള ആൾക്കാരും സ്ത്രീകളടക്കം ഈ ഒരു പോയിൻ്റ്. അപ്പോൾ മണ്ണിടിയാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇടിഞ്ഞ് കഴിഞ്ഞ് അപകടം നടന്നതിന് ശേഷം ഇതിൻ്റെ കാര്യസാധ്യത നോക്കിയിട്ട് കാര്യമില്ല. അപകടം നടക്കുന്നതിന് മുന്നെയാണ്
ഇതൊന്ന് വിലയിരുത്തേണ്ടത്. അങ്ങ് കാണുന്ന ഓട്ടോ സ്റ്റാൻഡ് മുതൽ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടം പിടിച്ച സ്ഥലമാണ്. ശരിക്ക് കുത്തന ചരിച്ചിട്ടല്ല ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. പറയാൻ പറ്റില്ലല്ലോ എപ്പോഴാണ് മണ്ണിടിയുന്നത്. അതുപോലെ അപകടങ്ങൾ സംഭവിച്ചതിന് ശേഷം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഈ ഒരു പോർഷനിൽ ഒരുപാട് ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ ബസ്സിന് വെയിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അധികൃതർ എന്തായാലും അതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് വിചാരിക്കുന്നു. മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇതാണ് ചക്രക്കല്ല് ബസ് സ്റ്റാൻഡാണ് ഈ കാണിക്കുന്നത്. നിരവധി പേരാണ് ഇവിടെ ബസ്സിന് വെയിറ്റ് ചെയ്യുന്നതും പോകുന്നതുമെല്ലാം. ദിവസം തോറും നിരവധി ബസ്സാണ് ഈ ബസ് സ്റ്റാൻഡിൽ കയറി ഇറങ്ങുന്നത്. അതുപോലെ ഇത്രയും ദൂരത്തുനിന്ന് ആ പോർഷൻ കണ്ടില്ലേ, അത് തീർച്ചയായിട്ടും അപകടം നടക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇതിനൊരു സുരക്ഷാ വലയം കെട്ടണം. മിക്കവാറും ബസ്സുകൾ വന്നിട്ട്, കണ്ണൂരേക്ക് പോകുന്ന ബസ്സുകൾ വന്നിട്ട് അവിടെ നിർത്തുന്നതാണ്. അതുപോലെ തന്നെ മട്ടന്നൂർ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്നതും ഇതുപോലെ ബസ് കയറി നേരെ ആ സ്ഥലത്ത് പോയിട്ടാണ്, അവിടെയാണ് നിർത്തുന്നതും അവിടെയാണ് ആൾക്കാർ കയറുന്നതും. അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളൊരു സ്ഥലമാണിത്. ബസ് ഈ ഏരിയയിൽ കണ്ടോ, പ്രൈവറ്റ് വാഹനങ്ങൾ ഇങ്ങനെ നിരയായിട്ട് വെച്ചതുകൊണ്ട് ബസ്സിനൊക്കെ കയറി വരാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഇവിടുന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇതൊക്കെ എടുത്ത് കാണിക്കുന്നത്. എന്തായാലും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ അപകടം വളരെയധികം കുറഞ്ഞു കിട്ടും. അപകടം സംഭവിച്ചിട്ട് കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഭവിക്കുന്നതിന് മുന്നെയാണ് എല്ലാം സൂക്ഷിക്കേണ്ടത്. എല്ലാ ദിവസവും വന്ന് നിൽക്കുന്ന സ്ഥലം കൂടിയാണിത്. ഇപ്പം ആരുമില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ, 20 മീറ്ററിലധികം ഹൈറ്റ് ഉണ്ട്. 20 അല്ല, എനിക്ക് തോന്നുന്നു 30 മീറ്റർ ഉണ്ടാവുമായിരിക്കും. അത്രയും പ്രശ്നങ്ങളാണ് ഇവിടെ. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ റെജിലി ഉണ്ട് ചക്രക്കല്ല് ബസ് സ്റ്റാൻഡിൽ. അപ്പോൾ ഇങ്ങോട്ട് പോകുന്നത് കാവിൻമൂല അല്ലേ? എന്നാൽ പിന്നെ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും